5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു ശർക്കര പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ മാത്രം സോട്ട് ചെയ്താൽ മതി. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് നെയ്യിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇതേ ഒരു നെയ്യിൽ തന്നെ ഇനി കുറച്ച് കിസ്മിസാണ് വറുത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കിസ്മിസൊക്കെ ഒന്ന് നന്നായിട്ട് പൊന്തി വന്ന് നെയ്യിലൊന്ന് നന്നായിട്ട് വണ്ട് വന്നാൽ മാത്രം മതി. ഇതും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതും നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത് അവൽ ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അളവ് അവിലാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം നെയ്യിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളുത്തതോ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മീഡിയം തിക്കായിട്ടുള്ളതോ അല്ല നല്ല തിക്കായിട്ടുള്ളതായിട്ടുള്ളതും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് തിന്നായിട്ടുള്ളത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെളുത്ത അവിൽ നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തോളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ നെയ്യിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിവിടെ മധുരത്തിന് പാകത്തിന് 1.25 കപ്പ് അളവ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവ് വെള്ളം ചേർത്തിട്ട് ആദ്യം ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം മധുരം കാണും. അപ്പോൾ ഞാനിപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് പതഞ്ഞും വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ശർക്കര പാനി ഒന്ന് ചെറുതായിട്ട് മുറുകി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര പാനി അങ്ങനെ നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഏകദേശം 1 മിനിറ്റ് നേരത്തോളം മാത്രമേ ഞാനിതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു അവലും ശർക്കരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയായിട്ട് അവൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ആ ഒരു സമയം വരെ മാത്രമാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തോളാണ് ഞാനിതിപ്പം ഈ ഒരു ശർക്കര പാനിയിൽ അവൽ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവലും ശർക്കരയും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവ് തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്തിരിക്കുന്നതാണ്. 2-ാം പാല് 1.5 കപ്പ് അളവ് 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1 കപ്പ് അളവ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 1.5 കപ്പ് അളവ് 2-ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം 2-ാം പാൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. 2-ാം പാൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്ന മിക്ക വിഭവങ്ങളിലും നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാലും ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് ചേർന്ന് വന്ന് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിപ്പം ഒരല്പം കട്ടിയായിട്ടുള്ള പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യമായിട്ടുള്ളത് ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1-ാം പാല് ചേർത്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കട്ടിയായി വന്നപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവ് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലെന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം തിളപ്പിക്കാൻ പാടില്ല.
അപ്പോൾ ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ അധിക നേരം കുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരല്പം കട്ടിയായ രീതിയിലാണ് ഞാനിതിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫ്ലെയിം ഞാനിപ്പോൾ ഇവിടെ ഓഫാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ചെറിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇതിപ്പോൾ ഞാനിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ചൂടൊന്ന് ആറി വരുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടതെന്ന് തീരുമാനിക്കാൻ. അവൽ കൊണ്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ശർക്കര പായസം എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.